ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവിൽ നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇനി എന്തായാലും വർഷം തിരികെ വരില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷകൾ തെറ്റിച്ച് കൊണ്ട് ശ്രീകാന്ത് വർഷയെ തിരികെ കൊണ്ടുവരികയാണ്. അത് കണ്ടിട്ട് ആകെ കല്ലുതുള്ളി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ ആ സമയത്ത് തൻ്റെ മകനെ മാറ്റി നിർത്തിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് നാണയില്ലടാ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്, അവളോട് മാപ്പ് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നോട് ഏട്ടത്തിയാണ് പറഞ്ഞത് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പ്രശ്നം ആകെ വഷളാകുമെന്ന് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അത് ശരി, അവളാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ രേവതിയുടെ അരികിലേക്ക് കല്ലുതുള്ളി ചെല്ലുകയാണ് ചന്ദ്ര. എന്നിട്ട് രേവതിയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തായിരുന്നടി, എന്തിനാടി നീ എൻ്റെ മോനെ അവരുടെ വീട്ടിൽ പോയിട്ട് അവളുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയിപ്പിച്ചത്, നിനക്ക് സമാധാനമായോടെ എൻ്റെ മോനെ കൊച്ചാക്കിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് അമ്മ എന്തൊക്കെ പറയുന്നത്, എന്ത് നടക്കേടി ഇത്ര വല്ലാതെ, ഭാര്യയോട് മാപ്പ് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യയോട് ഒരു സോറി പറയുന്നത് എന്തിട്ട് ഇത്ര വല്ലാതെ നടക്കേടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ സമയത്താണെങ്കിൽ അവിടേക്കും നമ്മുടെ സച്ചിയും അതുപോലെ രവീന്ദ്രനും കൂടി വരികയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ രേവതി, അമ്മ വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട്, അമ്മ ഇത് നല്ല രീതിയിൽ വഷളാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല, പെട്ടെന്ന് തന്നെ വർഷം തിരികെ വന്ന് ആ ഒരു ദേഷ്യമാണ് നിന്നോട് കാണിക്കുന്നത് എന്നും പറഞ്ഞങ്ങനെ അവരവിടെ നിന്നും പോകുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി എന്തായാലും മീരയെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്, നോക്കിക്കോടി ഇന്നത്തോടു കൂടി ഞാൻ അവൻ്റെ സച്ചിയുടെ ഫോണിലുള്ള ആ വീഡിയോ ഞാൻ എന്തായാലും എടുക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ രാത്രി സമയം കിടക്കാൻ നേരം സച്ചി ഒരു ഗ്ലാസ് പാല് കുടിക്കും. ആ പാലിങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് രേവതി. അപ്പോൾ അവിടേക്ക് ശ്രുതി വരികയാണ്. അങ്ങനെ വന്ന പാടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് ശ്രുതി ചോദിക്കുകയാണ്, രേവതി നീ ടെറസിൽ ഏതെങ്കിലും തുണിയെങ്ങാനും ഇട്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എല്ലാതും എടുത്തല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല മഴക്കാറുണ്ട്, എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറന്നെങ്ങാനും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ നല്ല വഴക്ക് കേൾക്കും, അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് സംശയം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണോ, നോക്കട്ടെ കേട്ടോ, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം, ഈ പാലൊന്ന് ശ്രദ്ധിച്ചോണേ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റുകയാണ്. രേവതി ടെറസിൻ്റെ മുകളിൽ പോകുന്ന സമയം തന്നെ അവളുടെ കയ്യിൽ ഉറക്ക ഗുളിക പൊടിച്ച ഒരു കടലാസിൽ ഇങ്ങനെ പൊടിയുണ്ട്. അപ്പോൾ ആ ഉറക്ക ഗുളിക അത് അവൾ ആ പാലിൽ അങ്ങ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ രേവതി അവിടേക്ക് വരികയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവിടെ ഒരു തുണിയും ഉണ്ടായിരുന്നില്ല, വെറുതെ അവിടം വരെ കയറി ഇറങ്ങി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ പാല് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം രേവതിയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് പാലും എടുത്തിട്ട് സച്ചിയുടെ അരികിൽ സച്ചിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി അവിടെ വെക്കുന്നുണ്ട്, ഒന്ന് ചൂടാറട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ കുറച്ച് നേരം അങ്ങനെ തർക്കിക്കുകയാണ്. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഡോറിൽ അങ്ങനെ വന്നിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ആ പാല് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷേ ഇവരിങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പാല് കുടിക്കാൻ വൈകുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി ആ പാലെടുത്ത് കൊടുക്കുകയാണ്. കുടിക്ക് സച്ചി ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സച്ചി അങ്ങനെ ആ പാലെടുത്ത് കുടിക്കുകയാണ്. അത് പകുതി കുടിച്ചിട്ട് നേരെ രേവതിക്കും പകുതി കൊടുക്കുന്നുണ്ട്. അത് രണ്ടുപേരും കുടിച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഉറങ്ങുന്നുണ്ട്. അവർ ഉറങ്ങിയതിന് ശേഷം ശ്രുതി പയ്യെ വരികയാണ് ആ ഫോൺ എടുക്കാൻ വേണ്ടി. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ശ്രുതി എന്ന് വിളിക്കുകയാണ്. അതാരുമല്ല, നമ്മുടെ ചന്ദ്രയാണ്. അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അത് നിനക്ക് ഉറക്കമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി, എന്താ എനിക്ക് ഉറക്കം വന്നില്ല, അപ്പോൾ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ സാധനങ്ങളൊന്നും കാണില്ല. രേവതിയാണെങ്കിൽ നല്ല ഉറക്കല്ലേ, രേവതിയെ വിളിക്കാന്ന് വെച്ചപ്പോൾ ഉറങ്ങുകയാണ്. അങ്ങനെ നിന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, അവൾക്ക് പിന്നെ ഉറക്കത്തിനൊന്നും ഒരു കുറവില്ല, നല്ല ഉറക്കമാണ്, എനിക്കും അതെ നല്ല ഉറക്കം വരുന്നില്ല. അങ്ങനെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര പറയാണ്, അവളെ നമ്മളെ നോക്കി അന്ന് ചിരിച്ചില്ലേ, അതെന്തിനാണെന്ന് നീ അവളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അത് ഇപ്പം എന്തായാലും പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ശരി. അപ്പോൾ അവളുടെ ആ ഫോൺ എടുക്കാനുള്ള പരിപാടി നടന്നില്ലല്ലോ. അങ്ങനെ ശ്രുതി വേഗം തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങനെ കയറി പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അല്പസമയത്തിന് ശേഷം, അതായത് ചന്ദ്ര ഉറങ്ങിയതിന് ശേഷം
വീണ്ടും നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വാതിൽ തുറന്നിട്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം തന്നെ പയ്യെ പയ്യെ അവൾ ആ ഫോണിൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് തോളിലെ ഒരു കൈ വരികയാണ്. അത് നമ്മുടെ ശ്രുതിയുടെ കൈയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ അങ്ങ് പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും ശ്രുതിയെ വലിച്ചഴിച്ച് ശ്രുതിയെ വാ ഇങ്ങോട്ടെന്നും പറഞ്ഞിട്ട് ശ്രുതി നിർബന്ധിച്ച് ശ്രുതിയെ റൂമിൽ കയറ്റി വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ പ്ലാൻ നടക്കുന്നില്ല. ആ ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവൾക്ക് പറ്റുന്നില്ല. അതിനുശേഷമാണെങ്കിലും അവരങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ ഫോണിലെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഭാമയോട് ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൾ ഒരുപാട് ചിരിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല, നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാമയാണെങ്കിൽ രേവതിയെ അറിയാത്ത മട്ടിൽ അങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നീ എന്തിനാണ് ചന്ദ്രയെ നോക്കി ചിരിച്ചത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രേവതിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ചന്ദ്ര പറഞ്ഞിട്ടാവുള്ളൂ ഇത് വിളിക്കുന്നതെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് എന്തെങ്കിലും ആവട്ടെ ആൻറ്റി, എന്തായാലും അത് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരി ആൻറ്റി, ഞാൻ പണിയുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ചന്ദ്രയുടെ പ്ലാൻ അവിടെയും വർക്കാകുന്നില്ല. ചന്ദ്രയെ അവിടെ നാണം കെട്ട് പോവുകയാണ്. എന്തായാലും ഇനി എന്താകും എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.